ബദ്രീനാഥ് ക്ഷേത്രം ഉണ്ടായ കഥ അറിയാമോ? ശിവനും പാർവതിയും അധിവസിച്ചിരുന്നത് ബദ്രീനാഥിലാണ്. ഒരു ദിവസം ശിവനും പാർവതിയും നടക്കാൻ ഇറങ്ങി തിരിച്ചുവന്നപ്പോൾ വീടിന്റെ ഉമ്മറത്തായി ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അവർ കണ്ടു. കരയുന്ന കുഞ്ഞിനെ കണ്ട് ദേവിയുടെ മാതൃത്വം ഉണർന്നു. കുഞ്ഞിനെ ചെന്നെടുക്കാൻ ദേവി തിടുക്കപ്പെട്ടു. എന്നാൽ ശിവൻ പാർവതിയെ തടഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തുടരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ട പാർവതി, അങ്ങ് ഇത്ര ഹൃദയശൂന്യനായി പോയല്ലോ, ഇപ്രകാരം പറയാൻ അങ്ങേക്ക് എങ്ങനെ കഴിയുന്നു? ഇതൊരു സാധാരണ കുഞ്ഞല്ല. ഈ കുഞ്ഞ് ഒറ്റയ്ക്ക് എന്തിന് നമ്മുടെ വീട്ടുപടിക്കൽ വന്നു? മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന ഈ വഴിത്താരയിൽ ആരെയും കാണുന്നുമില്ലല്ലോ. അച്ഛനമ്മമാരുടെ കാലടയാളങ്ങൾ പോലും ഇവിടെ എങ്ങും കാണുന്നില്ല. യാതൊരു സംശയവും വേണ്ട, ഇതൊരു അസാധാരണ ശിശുവാണ്. ഒരു കുഴപ്പവും ഉണ്ടാകില്ല. ഞാനൊരു അമ്മയല്ലേ, എനിക്ക് ഈ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല. ഒരു മനുഷ്യജീവി പോലുമില്ലാത്ത ഈ മലയിടുക്കിൽ, ഈ കൊടും തണുപ്പത്ത് ഈ പിഞ്ചു കുഞ്ഞിനെ എങ്ങനെ ഞാൻ കളയും? ഇത് പറഞ്ഞ് ദേവി കുഞ്ഞിനെയും എടുത്ത് വീടിനുള്ളിലേക്ക് പോവുകയാണ്. എന്നാൽ കുഞ്ഞാകട്ടെ പാർവതിയുടെ മടിയിൽ സ്വച്ഛനായിരുന്നുകൊണ്ട് ഭഗവാനെ കുസൃതിയോടെ നോക്കി. പരിണിത ഫലത്തെക്കുറിച്ച് അന്ധജ്ഞാനം ഉണ്ടായിരുന്നു ഭഗവാൻ. ശരി, എന്നാൽ അങ്ങനെയാകട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞു. ഭക്ഷണം ഒക്കെ നൽകി കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ശേഷം അവനെ വീട്ടിലിരുത്തിയിട്ട് പാർവതി പരമശിവനോടൊപ്പം അടുത്തുള്ള അരുവിയിലേക്ക് കുളിക്കാൻ പോയി. മടങ്ങിയെത്തിയപ്പോൾ വാതിലുകൾ എല്ലാം അകത്തുനിന്നും പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. പാർവതി ആകട്ടെ വല്ലാതെ പരിഭ്രമിക്കുന്നു. ആരാണ് ഇത് ചെയ്തത്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കുഞ്ഞിനെ എടുക്കരുതെന്ന്. അനുസരിക്കാതെ കുഞ്ഞിനെ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോന്നു. ഇപ്പോൾ ഇതാ അവൻ ഉള്ളിൽ നിന്നും ഒരു പൂട്ടിയിരിക്കുകയാണ്. അത് സാക്ഷാൽ മഹാവിഷ്ണുവായിരുന്നു. മഹാവിഷ്ണുവിന് ഈ സ്ഥലം നന്നേ ബോധിച്ചു. ഇവിടെ തന്നെ താമസിക്കണമെന്ന പിടിവാശിയായിരുന്നു. അതിനായി മെനഞ്ഞെടുത്ത ഒരു തന്ത്രമായിരുന്നു ഇത്. ഇനി 2 പോംവഴികളേ ഉള്ളൂ. ഒന്നുകിൽ കൺമുന്നിൽ തന്നെ എല്ലാം അഗ്നിക്കിരയാക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടം കണ്ടുപിടിച്ച് അവിടേക്ക് പോവുക. നമുക്ക് മറ്റെവിടേക്കെങ്കിലും പോകാം. ഈ കുഞ്ഞ് നിനക്ക് ഏറെ പ്രിയപ്പെട്ടവൻ ആയതുകൊണ്ട് എനിക്ക് അവനെ ഉപദ്രവിക്കാൻ ആവുകയില്ല. ഇങ്ങനെയാണ് ശിവൻ സ്വന്തം വാസസ്ഥലം നഷ്ടമാകുന്നതും ശിവനും പാർവതിയും അന്യാധീനരാകുന്നതും. താമസിക്കുന്നതിന് അനുയോജ്യമായ ഒരിടം തേടി അവർ നടന്നു. ഒടുവിൽ കേദാർനാഥിൽ എത്തുകയും അവിടെ താമസം ഉറപ്പിക്കുകയും ചെയ്തു. ആദിശങ്കരനാണ് ഇവിടുത്തെ ക്ഷേത്രം പണിഞ്ഞത്. ബദ്രീനാരായണന്റെ പാദം കഴുകി ഒഴുകുന്ന അളകനന്ദയിൽ ശങ്കരൻ മുങ്ങിയെടുത്തതാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ ധ്യാന രൂപത്തിലുള്ള വിഗ്രഹം. ഇതൊക്കെ പരമശിവന് അറിയാമായിരുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ പലപ്പോഴും അവ സംഭവിക്കാനായി നിങ്ങൾ വിട്ടുകൊടുക്കുക, അതാണ് സത്യം.